നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 30 ദിവസത്തെ ഇളവ് അനുവദിക്കുന്നു എന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി മാസങ്ങളോളം ഉപരോധവും വിലക്കും താരിഫ് ഭീഷണിയും ഉയർത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ US ശ്രമിച്ചിരുന്നു. ഇറാനെതിരെ യുദ്ധം വെറും 2 ആഴ്ച പിന്നിട്ടപ്പോഴേക്കും അതേ ഇന്ത്യയോടടക്കം ഓടി നടന്ന് യാചിക്കുകയാണ് US. റഷ്യൻ എണ്ണ വാങ്ങിക്കൂടെ എന്ന്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ട്രംപ് സഖ്യകക്ഷികളുടെ സഹായവും തേടിയിരിക്കുകയാണ്. യുദ്ധം 3 ആഴ്ചയിലേക്ക് കടന്നതിന് പിന്നാലെ ഇറാനിൽ US കരയുദ്ധത്തിന് ഒരുങ്ങുന്നതായും സൂചനകളുണ്ട്. ഖാർഗ് ദ്വീപ് ആക്രമിച്ചാൽ മേഖലയിലെ US-ഉമായി ബന്ധപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലകളും ചാരകൂമ്പാരമാക്കി മാറ്റുമെന്ന് ഇറാനും ഭീഷണി മുഴക്കി. ഇറാനെതിരായ യുദ്ധവും തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തതോടെ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചു കയറിയിരുന്നു. ഇതോടെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ, LNG, LPG തുടങ്ങിയവയുടെ വിതരണം താറുമാറാവുകയും ചെയ്തത് അമേരിക്കയെ ഉൾപ്പെടെ വലയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആദ്യം റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് 30 ദിവസത്തെ ഇളവ് US അനുവദിച്ചത്. തൊട്ടു പിന്നാലെ ഏത് രാജ്യത്തിനും അടുത്ത 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാമെന്നും US വ്യക്തമാക്കി. എണ്ണവില പിടിച്ചു നിർത്തുകയും വിതരണം ഉറപ്പാക്കുകയുമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയ വൈറ്റ് ഹൗസ്, നിലവിൽ കടലിൽ കപ്പലുകളിലുള്ള എണ്ണ മാത്രം വാങ്ങാനാണ് അനുമതിയെന്നും പറഞ്ഞിരുന്നു. ഇറാൻ യുദ്ധവും തുടർന്ന് റഷ്യൻ എണ്ണ ഏറ്റെടുക്കാൻ ഇന്ത്യക്കും മറ്റും ട്രംപ് അനുവദിച്ച ഇളവും റഷ്യയ്ക്ക് അപ്രതീക്ഷിത ലോട്ടറിയായി മാറി. നിലവിൽ കടലിൽ 30 ടാങ്കറുകളിലായി റഷ്യൻ എണ്ണയുണ്ട് എന്നാണ് കണക്ക്. ഇന്ത്യയും ചൈനയുമാണ് പ്രധാനമായും ഇത് വാങ്ങുക. എങ്കിലും ഏത് രാജ്യത്തിനും തൽക്കാലം റഷ്യൻ എണ്ണ വാങ്ങാമെന്ന് ട്രംപ് ഭരണകൂടം പറഞ്ഞത് റഷ്യൻ എണ്ണയ്ക്കായുള്ള പിടിവലിക്ക് ഇടയാക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. ഉപരോധവും വിലക്കും ബഹിഷ്കരണവുമൊക്കെ ഉണ്ടായിരുന്നതിനാൽ നേരത്തെ ഇന്ത്യക്കും ചൈനയ്ക്കും വൻതോതിൽ ഡിസ്കൗണ്ട് നൽകിയാണ് റഷ്യ എണ്ണ വിറ്റിരുന്നത്. ഡിമാൻഡ് കൂടുന്നതോടെ ഈ ഡിസ്കൗണ്ട് റഷ്യ അങ്ങ് നിർത്താനും സാധ്യതയുണ്ട്. US-ൽ നിന്ന് ഇളവ് കിട്ടിയതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ വൻതോതിൽ റഷ്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കെയാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഹോർമൂസ് കടലിടുക്ക് ഒരു തന്ത്രപ്രധാനമായ പാതയാണെന്നും ഇത് ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നതെന്നുമാണ് അരാഗ്ചി പറയുന്നത്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് മുന്നിൽ മാത്രമാണ് ഈ പാത അടച്ചിരിക്കുന്നതെന്നും അരാഗ്ചി അറിയിച്ചു. നമ്മുടെ ശത്രുക്കളുടെയും നമ്മളെ ആക്രമിക്കുന്ന അവരുടെ സഖ്യകക്ഷി രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും ടാങ്കറുകൾക്കും മുന്നിൽ മാത്രമായി ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയുള്ളൂ എന്നും മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇതുവഴി കടന്നുപോകാൻ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ടെന്നും അബ്ബാസ് അരാഗ്ചി MS നൌവിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഇടുങ്ങിയ കടൽപാതയിൽ ഇന്ത്യയിൽ നിന്നുള്ളത് ഉൾപ്പെടെ 100 കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാലാണ് ഇറാനിയൻ മന്ത്രിയുടെ ഈ പ്രസ്താവന വന്നത്. ഈ പാതയിലെ നിലവിലെ ഉപരോധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരക്ഷാ ആശങ്കകളെ തുടർന്നായിരിക്കാം പാത അടച്ചിരിക്കുന്നതെന്നും അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുമായിരുന്നു അരാഗ്ചിയുടെ പ്രതികരണം. റഷ്യയും ചൈനയും ഇറാന് സൈനിക പിന്തുണ നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് റഷ്യയും ചൈനയും ഇറാന്റെ നയതന്ത്ര പങ്കാളികളാണ് എന്നായിരുന്നു അരാഗ്ചിയുടെ മറുപടി. റഷ്യയും ചൈനയുമായി മുൻകാലങ്ങളിൽ അടുത്ത സഹകരണമാണ് ഇറാൻ പുലർത്തിയിരുന്നത്. ഇത് ഇപ്പോഴും തുടരുന്നുണ്ടെന്നുമാണ് അരാഗ്ചി പ്രതികരിച്ചത്. ഈ സഹകരണങ്ങളിൽ സൈനിക സഹകരണവും വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ വരുത്തിയിട്ടുള്ള ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ ഇറാന് മുന്നറിയിപ്പ് നൽകിയതിനിടെയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന വന്നത്. ഇറാനിലെ സുപ്രധാന ദ്വീപായ ഖാർഗിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ ഇറാന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK എന്നിവർ കടലിടുക്ക് തുറക്കാനായി കപ്പലുകൾ അയക്കും എന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. അതേസമയം അമേരിക്ക തീരപ്രദേശത്ത് ബോംബാക്രമണം നടത്തും. ഇറാനിയൻ ബോട്ടുകളെയും കപ്പലുകളെയും തുടർച്ചയായി വെടിവെക്കും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറന്നതും സുരക്ഷിതവും സ്വതന്ത്രവുമാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ ഖാർഗ് ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു രസത്തിനു വേണ്ടി ഖാർഗിനെ ഇനിയും പലതവണ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപിന്റെ മറ്റൊരു മുന്നറിയിപ്പ്.
US-ഉം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെയാണ് ട്രംപ് ഈ പ്രസ്താവന ഇറക്കിയത്. ഇത് മേഖലയിലെ വ്യാപകമായ സംഘർഷങ്ങൾക്കും ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തിനുള്ള തടസ്സങ്ങൾക്കും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഖാർഗ് ദ്വീപ് രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായാൽ ലോകത്തിലെ ഊർജ്ജവില കുത്തനെ ഉയരാം. ഇത് അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളെയും ബാധിക്കും. സമീപ വർഷങ്ങളിൽ ഈ മേഖലയിൽ നടന്ന ഏറ്റവും ശക്തമായ ബോംബാക്രമണങ്ങളിൽ ഒന്നാണ് എന്നാണ് US ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. വെള്ളിയാഴ്ച ഖാർഗ് ദ്വീപിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയാണ് US സൈന്യം ലക്ഷ്യമിട്ടത്. എന്നാൽ പ്രധാന എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ നശിപ്പിക്കുന്നത് ബോധപൂർവം ഒഴിവാക്കിയിരുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കിയാൽ ഈ തീരുമാനം ഇനിയും മാറ്റിയേക്കാം എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.